എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നടുന്ന ചെടികളെ പറ്റിയാണ്. അപ്പം ആ ഒരു ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ഇത് ശരിക്കും എനിക്ക് ഒരാൾ പറഞ്ഞു തന്ന് ഞാനത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. പിന്നെ ഇങ്ങനെയുള്ള ചെടികൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ചെടികളെ പറ്റിയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പൈസ മുടക്കിയൊക്കെ മേടിച്ച് വെക്കുന്നതായിരിക്കും. ഇതങ്ങനെയൊന്നും അല്ല കേട്ടോന്നേ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ളത് തൊട്ടടുത്ത വീടുകളിൽ കിട്ടുന്ന ചെടികളോ അങ്ങനെയൊക്കെയുള്ള ചെടികളാണ്. സിമ്പിളായിട്ട് നമുക്ക് ഇത് വെറുതെ പറയുന്നതല്ല, ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. പൊതുവേ ഞാനൊരു പിശുക്കിയാണ് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരുപാട് പൈസ മുടക്കി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കുന്നത് വലിയ വിലയുള്ള സാധനങ്ങൾ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അമിതമായിട്ട് പൈസ കൊടുത്ത് അധികം മേടിക്കാൻ ശ്രമിക്കാറില്ല. കാര്യം എനിക്ക് ആവശ്യമുള്ളത് മാത്രം, അത്യാവശ്യം തോന്നിയെങ്കിൽ മാത്രം മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ചെടികൾക്കൊന്നും അങ്ങനെ ഒരുപാട് പൈസ ഞാൻ അങ്ങനെ കളയത്തില്ല. പക്ഷേ എവിടെയെങ്കിലൊക്കെ ചെടികൾ കണ്ടാൽ ഞാൻ വിടത്തില്ല കേട്ടോ. അവരോട് ചോദിച്ചാണെങ്കിലും മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ സംരക്ഷിച്ച് സെറ്റാക്കി എടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക, നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾ നടുന്നത് കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും ചെടികളോട് കൂടുതൽ താല്പര്യം. ഇവിടെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ചെടികൾ, സ്ത്രീകളെന്ന് പറയണ്ട, ഓരോരുത്തരുടെ മൈൻഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എൻ്റെ മകൾക്ക് ചെടിയോട് യാതൊരു താല്പര്യമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾ സാധാരണ പെൺകുട്ടികൾക്കൊക്കെ ചെടികളൊക്കെ വീട്ടിൽ നടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടിടും. പക്ഷേ എൻ്റെ മകൾ ചെയ്യുന്നതിന് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒത്തിരി പേര് എനിക്കറിയാം ചെടികളോട് താല്പര്യമില്ലാത്തവർ. പക്ഷേ എനിക്ക് ചെടി ഇഷ്ടമാണ്, പച്ചക്കറി ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഈ തൈകളൊക്കെ നട്ട് വളർത്തി പൂക്കളൊക്കെ ഉണ്ടാകുന്നതും കായകളൊക്കെ ഉണ്ടാകുന്നതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നമുക്ക് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളുണ്ടാകുന്ന ചെടികളാണ് ഈ പറയുന്നതൊക്കെ. നമ്മൾ രാവിലെ എണീറ്റ് ഡോറ് തുറന്ന് നോക്കുന്ന നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ ഇന്നത്തെ കണി ശരിയല്ല എന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറക്കുന്നത് നമുക്ക് കാണുന്നത്, അതും കിഴക്ക് വശത്തിനോട് ചേർന്നായിരിക്കുന്നെങ്കിൽ ഒന്നും കൂടെ ഉത്തമമാണ് കേട്ടോ. ഇനിയിപ്പോൾ വടക്ക് വശത്തോട്ട് വീടുള്ളവർക്ക് കിഴക്ക് വശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ നീങ്ങിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ ചെടി വെച്ചേക്ക് നിങ്ങൾക്ക് കാണാവുന്ന രീതി, നിങ്ങൾ ഡോറ് തുറന്ന് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് കാണാവുന്ന രീതിക്കായിട്ട് ആ ചെടി വെക്കുക. ഒരു കിഴക്ക് വശത്തോട് ആ ഒരു ഇതായിട്ട് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറ് വശത്ത് നടുന്നതും നല്ലതാണ്. പടിഞ്ഞാറ് വശത്ത് നടുമ്പോഴും നമ്മൾ ഇച്ചിരി വടക്ക് വശത്തോട് നീക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം അത് ഏത് ചെടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കറ്റാർ വാഴയും പനിക്കൂർക്കയിലയും. പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. പനിയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുളിപ്പിക്കുന്ന വെള്ളത്തിനകത്ത് ഇല ഞെരടി എടുക്കും. അങ്ങനെ നമ്മുടെ കൂർക്കയുടെ ഇലയുടെ വേറൊരു ഷേപ്പാണത്. പക്ഷേ ആ ഇല തന്നെയല്ല, ചിലർ ഈ പനിക്കൂർക്ക ഇല എന്ന് പറയുന്നത് കൂർക്കയില പലരും കാണിക്കാറുണ്ട്. ഇതാണോന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. രണ്ടിൻ്റെ സ്മെല്ല് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം പനിക്കൂർക്കയില വേറെയാണ്. പനിക്കൂർക്കയിലയുടെ തണ്ടിന് ഇച്ചിരി കൂടെ ജലാംശം കൂടുതലുണ്ട്. ഇച്ചിരി കൂടെ നമ്മളൊന്ന് ഞെരടി എടുക്കുമ്പോൾ അതിനകത്ത് നീര് നല്ലപോലെ നമുക്ക് കിട്ടും. മറ്റ് സാധാ കൂർക്കയുടെ ഇലയ്ക്ക് അങ്ങനെ ഒരു ഇതില്ല. അപ്പം അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. ചിലർ ഈ അറിയാൻ മേലാതെ ചോദിക്കുക, ഇല ഏകദേശമൊക്കെ ഷേപ്പൊക്കെ തന്നാലും നമുക്ക് അറിയാവുന്നവർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. പനിക്കൂർക്കയിലയും കൂർക്കയിലയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പം പനിക്കൂർക്കയിലയും കറ്റാർ വാഴയും കൂടെ നമ്മൾ ഒരു പാത്രത്തിൽ, ഒരു ചെടിച്ചട്ടിയിൽ, പാത്രത്തിൽ ചെടിച്ചട്ടിയിലോ മുറ്റത്തായാലും കുഴപ്പമില്ല. ചെടിച്ചട്ടി വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിലത്തോട്ട് നട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. രണ്ടും കൂടെ ഒന്നിച്ച് ഒരു കുഴിയെടുത്ത് ആ ഒരു കുഴിക്കകത്തോട്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നട്ട് വെക്കുക. എന്നിട്ട് നമ്മളിത് നല്ല രീതിക്ക് കിളുത്ത് വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കുറേ ഇത് വളർന്ന് അങ്ങോട്ട് ഈ പനിക്കൂർക്കടെന്ന് പറയുമ്പോൾ അതിൻ്റെ തണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്നതാണ്. അങ്ങനെ നീണ്ടു പോകുന്നതെന്ന് തോന്നുമ്പോഴത്തേക്ക് അതൊന്ന് ഒടിച്ച് കൊടുക്കുക. ഒടിച്ച് ആ കമ്പ് അതിനകത്തോട്ട് ഞാൻ കുത്തി കൊടുത്താലും കുഴപ്പമില്ല. അത് വീണ്ടും നല്ല തിക്കായിട്ട് കിളിർത്ത് വരും, നല്ലപോലെ തഴച്ച് വരും. ഈ രണ്ട് സാധനത്തോട് ഒന്നിച്ചൊരു ചെടിച്ചട്ടിക്കകത്ത് നട്ട്, ചെടിച്ചട്ടിക്കകത്തോ നിലത്തോ നട്ട് നിങ്ങളൊന്ന് വളർത്തി നോക്കി നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമെന്ന് പറയുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ എവിടെയും പോകുമ്പോഴത്തേക്ക് ഈ ചെടിയെ ഒന്ന് നോക്കി വെച്ച് പോയി. നമ്മൾ മിക്കവരും നോക്കാറുണ്ട് കേട്ടോ. അതൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാര്യം ഇങ്ങനെയൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നവരുടെ വായും തന്നെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ കണി ശരിയാ, ഉപ്പരിയാണല്ലോ കണ്ടേച്ച് പോകുന്ന കാര്യം നടക്കുമോ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ പറഞ്ഞേച്ച് പോകുന്നവർ ഒരുപാട് പേരെയും കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും വിശ്വാസമില്ല, അന്ധവിശ്വാസം വന്ന് പറയുന്നവർ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവരെയാണ് ഇത് കണ്ടേച്ച് പോയത്, അതുകൊണ്ട് ഇന്നത്തെ കാര്യം എന്നെ ആകുമോ, അല്ലെങ്കിൽ ഇതേണ്ട അങ്ങനെ പോകുന്നതാണ് കണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും പറയുന്നതും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ ചെടി രണ്ടും ഒന്നിച്ച് നമ്മൾ നട്ടുവെച്ച് നമ്മൾ പോകുമ്പോൾ ആ ചെടിയെ കണ്ടേച്ച് നമ്മൾ പോവുകയാണെങ്കിൽ
ഉറപ്പായിട്ട് നമ്മൾ പോകുന്ന കാര്യം സാധിച്ചു കിട്ടും എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ട് അത് നടക്കുകയും ചെയ്യും. നമുക്ക് ഒരു തടസ്സങ്ങളും ഇല്ലാതെ നമ്മൾ പോയ കാര്യം പെട്ടെന്ന് സാധിച്ച് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഈ ചെടി കണി കാണുന്നത്. അപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റാൽ ഫ്രണ്ട് ഡോർ അല്ല കേട്ടോ കൂടുതലും തുറക്കുന്നത്. അത് വിചാരിക്കും രാവിലെ ഫ്രണ്ട് ഡോർ തുറക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ എപ്പോഴും ഞാൻ നേരെ ബാക്കിലോട്ടാണ് പോകുന്നത്. ബാക്കിലോട്ട് പോയി ബാക്ക് ഡോറാണ് പെട്ടെന്ന് ഞാൻ തുറക്കുന്നത്. തുറന്ന് വെളിയിലോട്ട് നോക്കി നിന്നതിന് ശേഷമേ ഞാൻ അടുക്കളയിലോട്ട് കയറാറുള്ളൂ. അതിപ്പോൾ നേരം വെളുത്താലും വെളുത്തില്ലേലും അങ്ങനെ അതൊരു ശീലമായിപ്പോയി. അപ്പം അങ്ങനെ നമ്മൾ സ്ത്രീകളാണെങ്കിലും രാവിലെ നമ്മൾ എണീറ്റ് വന്ന് ചിലപ്പോൾ അടുക്കള വശത്തേക്കായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് നമ്മൾ നോക്കുന്നതേ നമുക്ക് കാണാനായിട്ട് വേണ്ടി നമ്മുടെ വീടിൻ്റെ പുറകു വശത്തും ഡോറ് തുറക്കുന്നതേ നമുക്ക് നോക്കുമ്പോഴേ കാണാം. നമുക്ക് അറിയാം നമ്മൾ ചെടി നട്ടു വെക്കുന്ന എവിടെയാണെന്നല്ല, അങ്ങോട്ടേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമുക്ക് കാണാവുന്ന രീതിക്ക് നമ്മൾ അത് വെച്ച് നമ്മൾ ഡോറ് തുറക്കുന്നത് ചെടി കാണാമെന്നുണ്ടെങ്കിൽ നല്ല ഐശ്വര്യം. അത് ഇത് തന്നെയാണ് പനിക്കൂർക്കയില്. പിന്നെ നമ്മുടെ കറ്റാർ വാഴയും കൂടെ ഉള്ളത്. അത് വീണ്ടും പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ചുമ്മാ നട്ടു വെച്ച് നമ്മൾ നമ്മുടെ പാട് നോക്കി പോകരുത് കേട്ടോ. ഏത് സാധനമാണേലും നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും നല്ലതായിട്ട്. ഇത് ആർത്ത് കിളുത്ത് നിൽക്കുന്നതാണ് നമ്മുടെ വീടിന് സർവ്വ ഐശ്വര്യം. അല്ലാതെ ഇത് ഒരുമാതിരി മോരടിച്ച് ഇതായിട്ട് പന്നലായിട്ട് പോയി കഴിഞ്ഞാൽ അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ അനുഭവം തന്നെയാണത്. ഞാൻ ആ ചെടി നട്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാതെ ഒക്കെ ഇങ്ങനെ വന്ന് എനിക്ക് സുഖമില്ലാതെ വന്നപ്പോഴാണ് കൂടുതൽ ആ ചെടിയൊക്കെ ശ്രദ്ധിക്കാൻ മേലതായി പോയപ്പോഴത്തേക്കുണ്ടല്ലോ അതിനുള്ള വ്യത്യാസങ്ങൾ ഞാൻ അറിയാനും തുടങ്ങിയായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ അതിനുള്ള മാറ്റങ്ങൾ എനിക്ക് അറിയാനും തുടങ്ങിയായിരുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചെടിയെല്ലാം ഈ പനിക്കൂർക്കയുടെ തണ്ടൊക്കെ അങ്ങ് വല്ലതങ്ങായി. അതെനിക്ക് ചെടിച്ചട്ടിയിലായിരുന്നു നട്ടത്, അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ പറ്റിയത്. ചെടിച്ചട്ടിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. 3ാമത്തെ ദിവസം അത് കരിഞ്ഞു പോയിരിക്കും. പിന്നെ നമ്മളത് എത്ര ശ്രമിച്ചാലും നമുക്ക് പഴയ പോലെ തിരിച്ച് കിട്ടത്തില്ല. നിലത്തൊക്കെ നട്ടു വെക്കാമെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഒന്ന് വാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്താൽ പിറ്റേ ദിവസം നല്ല രീതിക്ക് കിളിർത്ത് കയറി വരികയൊക്കെ ചെയ്യും. അപ്പം ഇതാണ് കേട്ടോ കറ്റാർ വാഴയും പനിക്കൂർക്കയിൽ. ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇത് നമ്മൾ നട്ട് വളർത്തിച്ച് നശിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നാശമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുക്കള വശത്ത് നടാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് രാമതുളസിയും മഞ്ഞളും. ഈ രാമതുളസിയും മഞ്ഞളും നമ്മൾ ഒന്നിച്ച് നടുവാണെങ്കിൽ അത് നമുക്ക് സർവ്വവിധ ഐശ്വര്യമാണ്. വീട്ടിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഈ 2 ചെടികളും നമ്മളെ വീടിൻ്റെ പുറവശത്ത് നട്ടു വെക്കുന്നത് സർവ്വവിധ ഐശ്വര്യമാണ് വീടിനുണ്ടാകുന്നത്. അതും നല്ലപോലെ കിളിർത്ത് കയറി നല്ല ഇതായിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് മന്ദാരവും ശംഖുപുഷ്പവും കൂടെ, അത് മന്ദാരം നട്ടേച്ച് അതൊരു ഇച്ചിരി കിളിർത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ചുവട്ടിട്ട് നമ്മളൊരു ശംഖുപുഷ്പം കൂടെ നട്ടു വെച്ചേച്ച് ഈ മന്ദാരത്തെ കൂടെ വേണം ശംഖുപുഷ്പം കയറിപ്പോകാനായിട്ട്. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യമെന്നാണ് പറയുന്നത്. വീടിൻ്റെ സർവ്വവിധ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ എല്ലാവരും പറയും ഇതൊക്കെ ചുമ്മാതാന്ന് പറയേ. ചില കാര്യങ്ങൾ നമ്മൾ പറയത്തില്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വീട്ടിലത് ഇരിക്കുന്ന ഒരു നല്ല ഐശ്വര്യമാണ് നമുക്ക് എന്ന് പറയുന്ന പോലെയുള്ളൂ ഈ പറയുന്ന ചെടികളുടെ കാര്യം. അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊന്നുമല്ല. മന്ദാര ശംഖുപുഷ്പം ഭയങ്കര ഐശ്വര്യമാണ്. രണ്ടും ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമാണ് നമ്മുടെ വീടിന് കിട്ടുന്നത്. അതുപോലെ ശംഖുപുഷ്പം തന്നെയാണേൽ നമ്മൾ വീടിൻ്റെ വടക്ക് വശത്ത് ശംഖുപുഷ്പം മാത്രമായിട്ട് വീടിൻ്റെ വടക്ക് വശത്ത് നടുന്നത് ഭയങ്കര ഒരു നമുക്ക് ഉയർച്ചയുണ്ടാകും. വീട്ടിൽ നല്ല ഉയർച്ചകളുണ്ടാകും. നല്ലൊരു ഐശ്വര്യമാണ് ശംഖുപുഷ്പം വീടിൻ്റെ വടക്ക് വശത്ത് നടുന്നത്. അതിൽ നിന്ന് നമ്മൾ പറിച്ച് വിളക്കൊക്കെ കത്തിക്കുന്ന നേരം ആ പൂ പറിച്ച് നമ്മൾ വിളക്കിൻ്റെ അവിടെ വെക്കുന്നതും നമുക്ക് ഒന്നും കൂടെ സർവ്വവിധ ഐശ്വര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല ഇതാണ് നമ്മുടെ ഈ വഴന എന്ന് കേട്ടിട്ടുണ്ട്. വഴന, പിന്നെ ചിലയിടത്ത് തെരളി അങ്ങനെയൊക്കെ പറയാറുണ്ട്. തെരളി എന്നത് പറയുന്നത്. പിന്നെ എന്താ ഞങ്ങളുടെയൊക്കെ അങ്ങോട്ട് കുമ്പളയില എന്ന് പറയും. കുമ്പളയില, ചിലടത്ത് വഴനയെന്ന് പറയും, കുമ്പളെന്ന് പറയും. അങ്ങനെ ഓരോ പേരിൽ അറിയപ്പെടും. നമ്മൾ എന്നാ വെച്ചാൽ ഈ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് വേണ്ടി ചിലടത്ത് തന്നെ പൂച്ചയപ്പം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ വഴനയപ്പം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഇലയുണ്ടല്ലോ, ഇങ്ങനെ ചക്കപ്പഴമൊക്കെ ഇട്ടുണ്ടാക്കുന്ന ആ ഒരു മരവും അത് മരമാകുന്നതാണ്. ആ ഒരു ഇതും അതുപോലെ കറിവേപ്പും കൂടെ ഒന്നിച്ച് വളർന്നു വരുന്ന ഭയങ്കര ഐശ്വര്യമാണ്. അത് രണ്ടും കൂടെ അടുത്തടുത്ത് നിൽക്കുന്ന നമുക്ക് വീടിൻ്റെ പുറവശത്ത് നമ്മൾ കാണാം. നമ്മൾ ഇച്ചിരി വീടിൻ്റെ ഒന്നിച്ച് നീക്കി വേണം ഇതൊക്കെ നടാനായിട്ട്. കാര്യം വെച്ചാൽ ഇതൊക്കെ വലിയ മരങ്ങളാകുന്നതാണ് അത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ കവുങ്ങയിൽ വെറ്റില കയറ്റി വിടുന്നത് നല്ലതാണ്. നമ്മുടെ വീടിൻ്റെ പുറവശത്ത് കവുങ്ങ് നട്ടേച്ച് അതേ കൂടെ വെറ്റില, കൊടിയല്ല കേട്ടോ, കുരുമുളക് ഉണ്ടാകുന്നല്ല, മുറുക്കുന്ന വെറ്റില അങ്ങനത്തെ വെറ്റില കയറ്റി വിടുന്നത് നല്ലതാണ്. അത്ര കയറ്റി വിട്ടാൽ അത് നല്ലപോലെ തളർത്ത് കയറി അതിങ്ങനെ നിൽക്കുന്നത് നമുക്ക് സർവ്വവിധ ഐശ്വര്യമാണ് വീടിനെന്നാണ് പറയുന്നത്. വെറ്റില അല്ലെങ്കിലും വീട്ടിൽ നടുന്നത് സർവ്വവിധ ഐശ്വര്യമെന്നാണ് പറയുന്നത്. നമുക്ക് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നത് വെറ്റില നമ്മൾ നട്ടുവെക്കുന്നത്. അതുപോലെ തന്നെ കവുങ്ങ് നമ്മുടെ വീടിൻ്റെ
തെക്ക് വശത്ത് കവുങ്ങ് തെങ്ങ് ഇതൊക്കെ കിളിക്കുന്നത് നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. വീടിന് നല്ല ഉയർച്ചയുണ്ട്. അത് ചെന്തെങ്ങാണെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. വീടിൻ്റെ വടക്ക് വശത്ത് അത് ഭയങ്കര ഐശ്വര്യം എന്നുള്ളത് ചെങ്തെങ്ങ് നട്ടു വെക്കുന്നത്. ചെങ്തെങ്ങ് എന്ന് പറഞ്ഞാൽ ഈ ചുമല കളർ പോലത്തെ ഒരു തേങ്ങ ഇല്ലാത്തൊരു തെങ്ങ് നട്ടുവെക്കുക. എല്ലാവർക്കും അറിയാം അതൊക്കെ. ഞാൻ പിന്നെ പറയുന്നുള്ളൂ. ചിലർ വേണേൽ പറയും നിങ്ങളിത് പറയൊന്നും വേണ്ട, ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. പിന്നെ എന്നാന്നറിയാം ഇത്രയും വിശദീകരിച്ച് വരുന്നു പറഞ്ഞ് എല്ലാവർക്കും ഒന്നും ഇപ്പോൾ എനിക്കാണെങ്കിലും ചില കാര്യങ്ങൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എനിക്ക് സംശയങ്ങൾ വരും. അപ്പോൾ ഞാൻ വീണ്ടും ഞാനിപ്പോൾ എനിക്കൊന്ന് ഇത്ര വിശദീകരിച്ച് പറയുന്നതുകൊണ്ടായിരിക്കും എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ വലിയ കമൻറ്റുകൾ വരാറില്ല. മറ്റേ ഈ വീഡിയോ ഇട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇത്രയും വിശദമായിട്ട് പറയുന്നതുകൊണ്ടായിരിക്കാം ആരും എന്നാൽ ചിലർക്ക് അത് ഇഷ്ടക്കേട് വരുന്നുണ്ടോ ഒന്ന് പറഞ്ഞ് തീർത്തേച്ച് പോകുമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊന്നും പിണക്കമില്ല കേട്ടോ. കാര്യം കുറച്ച് പേർക്ക് ഞാൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ, അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ പ്രതികരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലവിധ ഐശ്വര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഈ ചെടികളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ നട്ട് വളർത്തി വെച്ച് അത് പോയി കഴിഞ്ഞേച്ച് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ പ്രത്യേകിച്ച് ഈ തുളസിയും മഞ്ഞളും ഒക്കെ നമ്മൾ നട്ട് വളർത്തി അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ പിടിച്ച് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതും കൂടെ പറയാം. കാര്യം നമ്മൾ ചിലപ്പോൾ നട്ട് വെച്ച് അതങ്ങോട്ട് കിളിർത്ത് വരാനായിട്ട് ഒരുപാട് പാടുപെടും. കാര്യം നമ്മളത് നെഗറ്റീവാണ്. നമുക്ക് അതുപോലെ നെഗറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് വരുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മളത് വളർത്തി എടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതും ഇതിൻ്റെ ഒരു വശമാണ്. നമ്മൾ നട്ട് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ പറയും നമുക്കത് വളർന്നു വരുന്നത് കാണുമ്പോൾ അറിയാം. ഒരുമാതിരി പീറ തല്ലി വളർന്നു വരും. അത് കാണുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്കത് നെഗറ്റീവ് തന്നെയാണെന്നറിയാം. അത് നമ്മൾ നല്ല രീതിക്ക് വീണ്ടും നമ്മളത് ശ്രമിച്ച് നല്ല രീതിക്ക് നട്ടെടുത്ത് കഴിയുമ്പം അത് ശരിയാകും. എന്നിട്ട് നമ്മുടെ ആ നെഗറ്റീവ് മാറി. അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ നെഗറ്റീവൊക്കെ മാറാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഉപ്പ് വെള്ളത്തിനകത്ത് മഞ്ഞളും കൂടെ കലക്കി വീണ്ടും വെളി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അത് വീടിൻ്റെ ചുറ്റിനും അങ്ങ് തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് അങ്ങ് മാറിപ്പോകുന്നത്. അങ്ങനെ നിങ്ങൾ നട്ട് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഉപ്പ് കല്ല് വേണം കേട്ടോ. ഉപ്പ് കല്ലിട്ട് വെള്ളം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലെടുത്ത് വെളി വെക്കുക. ഇച്ചിരി മഞ്ഞളും കൂടെ കലക്കി. നല്ല മഞ്ഞളായിരിക്കണം. നമ്മൾ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന കറിമഞ്ഞളോ അടുക്കളയിൽ നിന്ന് എടുക്കുന്ന ഉപ്പോ ആയിരിക്കരുത്. നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുന്നതായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാനായിട്ടും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരികയും ചെയ്യും. ഇപ്പോഴും ഉണ്ടെന്നേ ക്ഷുദ്രവും കുതിരവും ഒക്കെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ പറയും ഇതൊക്കെ ഇല്ല, ഈ നൂറ്റാണ്ടിൽ ഇതൊന്നും വിശ്വസിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അനുഭവിക്കുന്നവർ ഉറപ്പായിട്ടും അവർക്കത് മനസ്സിലാകും. ചിലർക്കൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. നമ്മളീ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് ചിലപ്പോൾ അത് റിസൾട്ട് കിട്ടണമെന്നില്ല. അതൊക്കെ മേലെ ആയിരിക്കും മറ്റൊരാൾ അവർക്കുള്ള നെഗറ്റീവ് കാണിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മളത് വീണ്ടും ശ്രമിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ നെഗറ്റീവ് മാറി നമുക്ക് പോസിറ്റീവായിട്ട് വരും. ഇതിനെല്ലാം അനുഭവസ്ഥയാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.